അവിടെ നിർത്തി. പിന്നെ ഞാൻ പോകാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു 10 റുപ്യ തരൽ തുടങ്ങി. 300 റുപ്യ നാട്ടിലത്തെ 300 റുപ്യ തരൽ തുടങ്ങി. അപ്പൊ പിന്നെ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 3. പിന്നെ അത് 12 1 മണിയാകുമ്പോ തീരും ഉച്ചക്ക്. അത് തീർന്നാൽ ഞാൻ നേരെ ഇൻട്രസ്റ്റിൽ പോകും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാന്നുള്ള അന്നേ നമുക്ക് ഇതുണ്ട്, എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കാം. ഞാൻ ഇൻട്രസ്റ്റിൽ പോവും. മാമ്പ്ര നിസാർ കരീമ എൻ്റെ 2 ആൾക്കാർ നടത്തുന്ന ഇൻട്രസ്റ്റിൽ പോയിട്ട് അവിടെ ബെൽറ്റിങ്, അവിടെ 8 ആൾ പണിക്കാരാ. അവിടെ നമ്മളെന്ത് ചെയ്യണം, നമ്മള് ഉച്ചക്ക ശരിയില്ല, ആദ്യം അവർക്ക് ചോറ് വെക്കണം. ചോറ് വെച്ചിട്ട് തിരുമ്പോത്തിന് ഈ 8 ആള് ഉണ്ടാക്കി വെച്ച ഇൻട്രസ്റ്റിലുള്ള സാധനങ്ങളുണ്ട്. അതിമ പെയിന്റ് അടിക്കണം. എത്ര അടിച്ചാലും ബ്രഷ് ആയിട്ട് അടിച്ചാൽ തീരൂല. അവസാനം എന്ത് ചെയ്യും, സീലിയിൽ മുക്കിയിട്ട് വരതിയിട്ടെങ്കിലും ഇത് വിടും, ഒപ്പിച്ച് വിടും. അങ്ങനെ പിന്നെ ഒക്കെ ഇങ്ങനെ അവിടെയും പോകും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ STD ബൂത്തിൽ വൈകുന്നേരം 7 മണിക്ക് ശാളമാണെന്നാണ്. അപ്പോൾ ഇത് 6 മണിക്ക് കഴിയും. അപ്പോൾ 7 മണിക്ക് അവിടെ പോയിട്ട് STD ബൂത്തിൽ 10 മണി വരെ ഇരിക്കും. ഒരു ചെയിൻ സർവീസ് ആണ്. അപ്പോൾ ഒരു 4 മാസം വരെ പോയപ്പോൾ തന്നെ ഞാൻ വീക്കായി, ചടച്ചി. അങ്ങനെ പിന്നെ ഒക്കെ നിർത്തി. ഇൻട്രസ്റ്റിൽ ഇത് രണ്ടും തന്നെ. പിന്നെ ഇൻട്രസ്റ്റിൽ വെൽഡ് ചെയ്തിട്ട് കണ്ണിന് പ്രശ്നമായിട്ട് അതും പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ ഒരു ദിവസം ഈ പാലക്കാട്ടിൽ നിന്ന് നൈട്രജൻ വരും, ഈ ബീജം സൂക്ഷിക്കാൻ 21 ദിവസം കൂടുമ്പോൾ ഒരു സാധനം വരും. അത് ഒരു ദിവസം ഞാൻ വാങ്ങിയേക്കാൻ മറന്നു. അപ്പോൾ ഒരു പ്രാവശ്യത്തേമാര് ഒപ്പിട്ടുണ്ട് എന്തോ പ്രശ്നമായിട്ട് ഞങ്ങൾ പാലക്കാട് പോയി വാങ്ങിയിട്ട്, ഇത് നിർബന്ധമാണ്, അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ ഞാൻ മറന്നു. അപ്പോൾ അന്ന് കട്ടക്കാലത്തിന് അറിയില്ല, ഡോക്ടർ ഇതിനൊപ്പം വന്നിട്ട് ഡോക്ടർ വാങ്ങി വെച്ചിരിക്കണം. അങ്ങനെ പിന്നെ ഡോക്ടർ ചാവി കൊടുത്ത് എന്താണ് 2 ദിവസം പണിഷ്മെൻ്റ് എന്ന്. 3-ാമത്തെ ദിവസം 4 ദിവസം ഞാൻ പോയി. അപ്പം ഞാൻ അപ്പോത്തിന് പറവന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് ഉമ്മാൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടുന്ന് ഇപ്പാൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് താമസം മാറി. ഇമ്മാൻ്റെ വീട്ടിൻ്റെ ഇവിടേക്ക് താമസം മാറാൻ കാരണം വല്യമ്മയും മാത്രമേ ഉള്ളൂ, 5 പെൺമക്കൾ. അപ്പോൾ അവർക്ക് ആരും ഇല്ല നോക്കാൻ, ആൺകുട്ടികൾ. അങ്ങനെ ഞാൻ വരും, എൻ്റെ പെങ്ങൾ ആദ്യം ഉണ്ട്, പിന്നെ ഞാൻ വരുന്നത്. അപ്പോൾ വന്ന് കഴിഞ്ഞതിന് ശേഷം വരെ നോക്കി ഇതാക്കി. അങ്ങനെ വല്യപ്പ മരിച്ച്, പിന്നെ വല്യമ്മ മരിച്ച്. വല്യമ്മ മരിച്ചപ്പോഴാണ് വല്യപ്പാനെ നോക്കാനാണ് ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് വളർന്ന് അങ്ങനെ ഇതായി. പിന്നെ വല്യപ്പയും മരിച്ച്. പിന്നെ ഇവിടെ ആരും ഇല്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അമ്മീൻ്റെ ഒക്കെ അങ്ങോട്ടാണ് തിരിച്ചു പോയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ജോലികൾ. പിന്നെ ഞാൻ അവിടുന്ന് വരണമെങ്കിൽ 12 റുപ്യ ചെലവാ, 10 കിട്ടണുള്ളൂ. അപ്പോൾ എനിക്ക് നഷ്ടമാണ് വരുന്നത്. എന്നാലും ഞാനിതൊരു സംഗതി അല്ലേച്ചിട്ട് ഇങ്ങനെ പോവുന്നേ. അങ്ങനെയാണ് കച്ചവടത്തിന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ചാവി മൂപ്പര് 3-4 ദിവസം കൊണ്ടുവരാതായപ്പോൾ 4-ാമത്തെ ദിവസം ഞാൻ വന്നതുമില്ല. ഞാൻ അതോടുകൂടി ജാനവാദമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ കുറ്റൂർ എന്ന സ്ഥലത്തേക്ക് തന്നെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് ഒരു സ്റ്റേഷൻ കുറച്ചാലും വെറുതെ നടന്നിട്ട് ഒരു സ്റ്റേഷനറി കടയിൽ തൂക്കി കൊടുക്കാൻ നിന്ന്. പിന്നെ അവിടുന്ന് തിരുവൂര് പോയി, തിരുവൂരിന്ന് അവിടെ ഒരു കടയിൽ തൂക്കി കൊടുക്കാൻ നിന്ന്. പിന്നെ പെട്രോൾ പമ്പിൽ പോയി അവിടെ ജോലി ചെയ്ത്. അങ്ങനെ പിന്നെയാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, അപ്പോഴാണ് ദുബായിക്ക് വരണമെങ്കിൽ SLC വേണമെന്ന് പറഞ്ഞത്. അവിടുന്ന് എന്ത് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വന്ന്, പിന്നെ ഈ സ്കൂൾ കുട്ടികളൊക്കെ പോകണതും ഇതൊക്കെ ഇങ്ങനെ ഒരു എനർജി ആയി വന്ന്. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് ഓവറേജ് ആയിട്ട് എഴുതാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെന്നപ്പോൾ 18 അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ 18 ആവാൻ കാത്തുനിന്ന് 18 SLC എഴുതി, അതിൽ ഞാൻ പാസ്സായി. അങ്ങനെ അത് പാസ്സായിട്ട് മാഷാഅല്ലാഹ് പാസ്സായി. പിന്നെ ഞാൻ +1 പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ 10ാം ക്ലാസ് പഠിക്കണത് തന്നെ ശനിയും ഞായറും ഞാൻ സ്കൂൾക്ക് പോകില്ല. അന്ന് ഞാൻ ജോലിക്ക് പോകും, ഇലക്ട്രിക്കലിൻ്റെ ജോലിക്ക് പോകും. അവിടുന്ന് 150-200 റുപ്യ കിട്ടും കൂലി. അപ്പോൾ അത് ഫീസായിട്ടും കൊടുക്കും. ഈ 4-5 ദിവസം നമ്മളെ ഭക്ഷണമായിട്ടും പോകും. അങ്ങനെ പോയിട്ട് അപ്പോൾ അങ്ങനെയാണ് പഠിച്ചത് SLC. അങ്ങനെ പിന്നെ SLC പാസ്സായി. +1 പോകണം തോന്നി. അപ്പോൾ എനിക്ക് വിസ വന്നു ദുബായ്. അങ്ങനെ അബുദാബിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവിടുന്ന് അങ്ങനെ ജോലി വന്നു, പ്ലംബറായിട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജീവിതം മാറി. അവിടുന്ന് എന്താണ് ജീവിതം എന്ന് ശരിക്കണ്ട് പഠിച്ച്.